ഇതിന് ഏകദേശം നമ്മൾ പുതിയത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ലോക്കിന് 4600 രൂപ വില വരുന്നതാണ്. നമുക്കിത് ഈ ഒരു പോർഷൻ മാത്രമേ മാറണമെന്നുള്ളൂ. 500 രൂപ ചെലവിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണതേ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡോറിൻ്റെ ലോക്ക് അഴിച്ചെങ്ങനെയാണ് സർവീസ് ചെയ്യണമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മളിത് നമ്മളിത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞപ്പം കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചത് സർവീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്. നമ്മുടെ നാട്ടിൽ ഇതിന് സർവീസ് ചെയ്യുന്നതായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ ഇത് സർവീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം. നമുക്കിത് ഫസ്റ്റ് ഇത് ഡോറിൽ എങ്ങനെയായിരിക്കും ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് അഴിച്ചെടുക്കാനായിട്ട് പുറത്ത് 2 സ്ക്രൂ ഉണ്ടായിരിക്കും, ഇതുപോലെ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കലാണ്. ഇതിന് മുമ്പ് ഞാനൊരു 10-20 തവണ ഇത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്തിട്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അഴിക്കുന്നതും ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ 2 സ്ക്രൂ വരുന്നുണ്ടായിരിക്കും. ഇത് ഡോറിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഈ 2 സ്ക്രൂ അഴിച്ചെടുത്തിട്ടാണ് നമുക്ക് ഡോറിൽ നിന്ന് ഇതിൻ്റെ 2 സൈഡിലുള്ള ഹാൻഡിൽ 2 ഊരിയെടുക്കാൻ പറ്റും. ഈ 2 ഹാൻഡിൽ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കതകിൻ്റെ അകത്തിരിക്കുന്ന ഭാഗം. ഇത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഇവിടെ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ 2 സ്ക്രൂ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പുറത്തേക്ക് വലിച്ച് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു പാഴ്സ് വരുന്നുണ്ടായിരിക്കും. ഇത് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താക്കോൽ ഇപ്പോൾ ഇതൊന്നും ഊരിപ്പോരുന്നില്ല. താക്കോൽ ഇങ്ങനെ വെറുതെ കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള ഭാഗം അഴിച്ചെടുക്കാം. ഇത് ഈ ലോക്ക് ഫസ്റ്റ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് സാധാരണ ഗതിയിൽ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ആണെങ്കിൽ ഈ താക്കോൽ ഊരിപ്പോരുന്നില്ല, ഇതിങ്ങനെ കറങ്ങിപ്പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മാറി വെച്ചാൽ മതി. ഇത് നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അത് ഊരിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ടായിരിക്കും. ഈ സ്ക്രൂ നീളത്തിൽ ഇവിടെ വന്നിട്ട് ഇതിൽ ലോക്കാകുന്നതാണ്. ഇങ്ങനെ ഒരു സ്ക്രൂ വരുന്നുണ്ടായിരിക്കും. ഈ സ്ക്രൂ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ലോക്ക് നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടും. ഇത് ഞാനിപ്പോൾ പുതിയത് മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിന് ഏകദേശം 500 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന ഈ ഒരു പോർഷൻ ആണെങ്കിൽ ഇത് മാത്രം മാറ്റി വെച്ചാൽ മതിയായിരിക്കും. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് കതകിൻ്റെ പുറത്തും തന്നെ ഇതേന്ന് കതകെന്ന് ഊരിയെടുക്കാതെ തന്നെ ഇത് മാറാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾ ഇത് അഴിച്ച് ഞാൻ കാണിച്ചു തരാം. തുറന്നു കഴിയുമ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെയായിരിക്കും. 7 പാർട്സുകളാണ് സാധാരണ വരുന്ന ലോക്കുകൾക്കൊക്കെ. ഓരോ ലോക്കിനും വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോ കമ്പനിയുടെയൊക്കെ. ഇതിനിപ്പോൾ വരുന്നത് 7 പാർട്സുകളായിട്ടാണ്. മെയിനായിട്ട് വരുന്നത് ഇതേപോലെ സ്പ്രിങ്ങോട് കൂടിയിട്ട് ഓരോന്ന് ഞാൻ അഴിക്കാൻ പോകാം കേട്ടോ. ഒരു പീസ് ഇത്. രണ്ടാമത് നമ്മൾ ഡോറ് ലോക്കായിട്ടിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു പാർട്സ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു പാർട്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോക്ക് ഇതാണ് അകത്തേക്ക് കയറി ലോക്കാകുന്നത്. പിന്നെ ഇങ്ങനെ 2 സ്പ്രിങ്ങോട് കൂടിയിട്ട് ചെറിയ 2 പാർട്സ് വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ ചെറിയൊരു പാർട്സ് വരുന്നുണ്ട്. ഇനി ഇത് റീസെറ്റ് ചെയ്ത് കാണിച്ചു തരാം.
സ്പ്രിങ് ഒക്കെ രണ്ടാമത് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിടുക, അല്ലെങ്കിൽ തെറിച്ച് ചിലപ്പോൾ പോകുന്നതാണ്. ആദ്യത്തെ ലോക്കിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇട്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ സ്പ്രിങ് വരുന്നുണ്ട്. നമ്മുടെ ലോക്ക് ഇവിടെ വെച്ചു കൊടുക്കുക. ഇനി അടുത്ത ഈ ഒരു പാർട്സ് ആണ്. ഇത് നമ്മൾ ഈ സ്പ്രിങ്ങിന്റെ മുകളിലായിട്ടാണ് ഇത് വന്ന് നിൽക്കേണ്ടത്. ഇങ്ങനെ വന്നേക്ക്. ഇനി നമുക്ക് ഇതാണ് സെറ്റ് ചെയ്യേണ്ടത്, ഈ ഡോറ് ലോക്കാകുന്ന സ്പ്രിങ്. കാരണം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇനി ഇങ്ങനെ ഒരു പാർട്സ് വരുന്നുണ്ടാവും. ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണം വയ്ക്കാൻ. അതായത് ഇത് ഈ ലോക്ക് വന്ന് ഇത് തട്ടാൻ പാകത്തിന്. ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റിങ് വരുന്നത്. പിന്നെ ഇത് ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു വാഷർ വരുന്നുണ്ട് ഇവിടെ. ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ പുതിയൊരു ലോക്ക് മേടിച്ചിട്ടുണ്ട്. ഈ പുതിയ ലോക്ക് വെച്ചിട്ട് കാണിച്ചു. ഈ ലോക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് ലോക്ക് വീഴുന്നു. രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ കറക്കി എടുത്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ലോക്കും ഇങ്ങനെ ഇതുപോലെ ആകാൻ ലോക്കാണ്. ഈ ലോക്ക് അഴിക്കുന്നത് ഇതവണക്ക് തന്നെ തിരിച്ച് 1 2. ഇനി നമ്മൾ ഒന്നോടെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത് വന്ന് തട്ടുന്നത് ഈ കമ്പിയിലായിരിക്കും. അപ്പോൾ നമ്മൾ അഴിച്ചു വെച്ച് ചെയ്യുന്നുണ്ട് ഇത് ലോക്കൊക്കെ ചാടി പോകുന്നുണ്ട്. ഇതിങ്ങനെ തട്ടി കഴിയുമ്പോൾ ഇങ്ങോട്ടാവും. നമുക്കിനി ഇത് റീസെറ്റ് ചെയ്ത് ഇത് മുറുക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ് വരുന്നത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ലോക്കുകളൊക്കെ ആർക്കെങ്കിലും അഴിച്ച് സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ തടിയമ്പാടാണ്. ഇതിന് ഏകദേശം നമ്മൾ പുതിയത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ലോക്കിന് 4600 രൂപ വില വരുന്നതാണ്. അപ്പൊ നമുക്കിത് ഈ ഒരു പോർഷൻ മാത്രമേ മാറണമെന്നുള്ളൂ. 500 രൂപ ചെലവിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.